ഹലോ ഗായ്സ്, കൊതിയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് വീണ്ടും അങ്ങനെ കരുനാഗപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. കരുനാഗപ്പള്ളി പുതിയകാവിൽ എത്തുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇവിടെ ബൈക്കുകളുടെ ഒരു വമ്പൻ മാർക്കറ്റാണ് പുതിയകാവ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇന്ന് എല്ലാവരും കുറേ നാളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ റോയൽ എൻഫീൽഡ് പഴയ ബുള്ളറ്റുകളുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഏകദേശം ഒരു 11ഓളം ബുള്ളറ്റുകൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അത് ഒരു സിംഗിൾ കടയല്ല, 3 കടയിലായിട്ടാണ് ഈ 11 ബുള്ളറ്റ് ഇരിക്കുന്നത്. അതിൽ ഒരു 8 എണ്ണവും നമ്മുടെ പഴയ ടൈപ്പ് ഗിയർ ബോക്സ് ഉള്ള ബുള്ളറ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി മാത്രമേ ഉള്ളൂ ഒരു പുതിയ ഗിയർ ബോക്സ്, പുതിയ മോഡലുകളുള്ള ബുള്ളറ്റ് നമുക്കുള്ളത്. അപ്പം നമുക്ക് ആദ്യം നമ്മളുള്ളത് ന്യൂ സെലക്ഷൻ എന്ന് പറഞ്ഞ പുതിയകാവിലെ ഷോപ്പിലാണ്. ഇവിടെ നമുക്കൊരു 2 ബുള്ളറ്റ് അവൈലബിൾ ആണ്. ഒന്ന് പഴയ മോഡൽ ഒരെണ്ണവും പിന്നെ നമ്മുടെ പുതിയ ടൈപ്പിലുള്ള ഒരു ബുള്ളറ്റും. ആദ്യം നമുക്ക് ഇത് കണ്ടിട്ട് ബാക്കി കടയിലേക്ക് പോകാം. ഗൈസ്, ഇത് ആദ്യത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മോഡൽ ബുള്ളറ്റാണ്. പഴയ ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ ഉള്ള പഴയ ബുള്ളറ്റ്. 2001 മോഡലാണ് ഈ വണ്ടി. 2021 വരെ എല്ലാ പേപ്പറും കാര്യങ്ങളും ക്ലിയർ ആണ് വണ്ടിയുടെ. വണ്ടി അത്യാവശ്യം നീറ്റാക്കി വെച്ചിരിക്കുകയാണ്. സൈലൻസറും എല്ലാം മൊത്തം പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഗൈസ്, ഇതിന് ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,20,000 രൂപയാണ്. ഗൈസ്, ഇത് നമ്മുടെ സ്റ്റാൻഡേർഡാണ് കേട്ടോ. 2015 മോഡൽ വണ്ടിയാണ്. അത്യാവശ്യം വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഏകദേശം കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 19,478 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. 92,000 രൂപയാണ് ഇതിന് പ്രതീക്ഷിക്കുന്ന വില. നമ്മുടെ ഒരു പഴയ മോഡൽ 91 മോഡൽ ബുള്ളറ്റ്. കുറച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കാറുണ്ട്. എന്നാലും റണ്ണിങ് കണ്ടീഷനും കാര്യങ്ങളൊക്കെയാണ് വണ്ടി. ഒന്നുകൂടെ വൃത്തിയാക്കി എടുത്താൽ വണ്ടി പൊളിയാക്കി എടുക്കാം. 2021 ഡിസംബർ വരെ പേപ്പറും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. പുതിയ ഇൻഷുറൻസും കാര്യങ്ങളും ഉണ്ട്. ഇതിനൊരു പ്രതീക്ഷിക്കുന്ന വില 1,15 നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു പ്രൈസും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണത്. പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒന്നുമല്ല. ഗൈസ്, ഇത് 2004 വണ്ടിയാണിത്. നമ്മുടെ കേരളയിലോട്ട് പേപ്പറും കാര്യങ്ങളെല്ലാം മാറ്റി 2025 വരെ പേപ്പറും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ് വണ്ടിയുടെ. അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള ഒരു വണ്ടിയാണ്. ക്രോം പ്ലേറ്റിങ്ങും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് വെച്ചിരിക്കുകയാണ്. പണിയെല്ലാം കഴിഞ്ഞ് അടിപൊളി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നസ്സും കാര്യങ്ങളും വണ്ടിയിൽ നമുക്ക് കാണാൻ പറ്റും. നല്ലപോലെ നല്ലൊരു നീറ്റ് വണ്ടിയാണ്. ഇതിനൊരു പ്രതീക്ഷിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ ഒരു 97,000 രൂപയാണ് ഇതിന് പ്രതീക്ഷിക്കുന്ന വില. ഗൈസ്, അടുത്ത 2017 വണ്ടി. സ്റ്റാൻഡേർഡാണ് നമ്മുടെ പുതിയ ടൈപ്പ് വണ്ടി. പേപ്പറും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണ്. ഏകദേശം 13,878 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്.
ടയറും കാര്യങ്ങളെല്ലാം നീറ്റായിട്ടുള്ള ടയറും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്ന വണ്ടിയിൽ. ഇതിന് പ്രതീക്ഷിക്കുന്ന വില 1,15,000 രൂപയാണ്. ഇത് 2003 മോഡല്. ഇപ്പോൾ ഇത് പുതിയ റീടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫുൾ റീസ്റ്റോർ ചെയ്ത് വന്ന വണ്ടിയാണിത്. ഇതിന് ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, പിന്നെ ഫുള്ള് പ്ലേറ്റിങ്സ് എല്ലാം കറക്റ്റാണ്, പെയിൻറ്റ് എല്ലാം ഇതാണ്. പിന്നെ വണ്ടി പേപ്പേഴ്സ് എല്ലാം ഓക്കെയാണ്. പേപ്പർ 2023 വരെ എല്ലാം ഓക്കെയാണ്. മാസം എനിക്കൊന്ന് 7 ആണെന്ന് തോന്നുന്നു. 7-ാം മാസം വരെ എല്ലാം ഫുൾ കണ്ടീഷനാണ് വണ്ടി. എല്ലാം ചെയ്തതാണ്. ഡിസ്ക് ബ്രേക്ക് രണ്ടാമത് ചെയ്തേക്കുന്നതാണ്. ക്ലാസിക്കിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. അതെ. ഇത് നമുക്ക് ഒരു 1,35,000 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ നെഗോസിയേഷൻ വരും, അത്ര. അതേ ഉള്ളൂ. 99 ആണിത്, 99 മോഡൽ. ഇത് വന്ന് പിന്നെ പുറത്തുനിന്ന് കൊണ്ടുവന്ന വണ്ടിയാണ്, റീ രജിസ്ട്രേഷൻ ചെയ്ത് കേരളത്തിലായ വണ്ടിയാണ്. അതെ. ഇതിൻ്റെ പേപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ വരെയാണ് ഇതിൻ്റെ പേപ്പേഴ്സ് അപ്ഡേറ്റ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് റിന്യൂവൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കാണിച്ചാൽ മതി. വണ്ടി ഒന്ന് ഇൻസ്പെക്ഷൻ ചെയ്താൽ മാത്രം മതിയാവും. പിന്നെ ടാക്സ് ഒരു 900 റുപ്പീസ് പേ ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ. ഇല്ല, വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വണ്ടി പക്ക കണ്ടീഷനാണ്, കുഴപ്പമൊന്നുമില്ല. കാണാമല്ലോ, നോക്കിക്കോളൂ. പഴയ സ്റ്റാൻഡേർഡ് വണ്ടി തന്നെയാണത്. അത് അങ്ങനെ അത് ഒരു മോഡലായിട്ട് അത് ഒട്ടിച്ചേക്കുന്നതേ ഉള്ളൂ. അല്ല അതെ എല്ലാം. ഇതിപ്പോൾ ക്രാഷ് കാർഡൊക്കെ പുതിയതാണ്. ഇത് നമുക്ക് 1,00,000 രൂപയാണ്. പിന്നെ ചെറിയ എന്തെങ്കിലും അതിനകത്തൊരു ചെറിയ മാറ്റം. അതെ. അത് പിന്നെ 2003 ആണത്. അത് ഇതേ വിട്ട് 2023 വരെ അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം ഓക്കെയാണ്. 2023 വരെ പേപ്പർ ക്ലിയർ ആണ്. ഇത് ഒറിജിനൽ കേരള വണ്ടി തന്നെ. ഇപ്പോൾ പിന്നെ പേപ്പർ കായംകുളം പേപ്പറാണിത്. കായംകുളം പേപ്പറാണ് വണ്ടി. ഇത് നമുക്ക് ഒരു 1,32 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചെറിയ വ്യത്യാസം തന്നെ ചെയ്യാം, കുഴപ്പമില്ല. ഇലക്ട്ര എന്ന് പറഞ്ഞ മോഡലാണ് വണ്ടി. ഇത് സിംഗിൾ യൂസ് ആണ്. ഇത് 2015 മോഡലാണ്. 27,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെൽഫ് സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ്. കുന്നത്തൂർ RTO ആണ്. ഇൻഷുറൻസ് പുതിയതാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇത് നമുക്കൊരു 75,000 രൂപയ്ക്ക് കൊടുക്കാം. 75,000 രൂപ കൊടുക്കാം. 350. അതെ. പുതിയ വണ്ടിയായിട്ട് തന്നെ വലിയ കുഴപ്പങ്ങളോ കാര്യമൊന്നുമില്ല. തണ്ടർബേർഡ്. അത് പഴയ മോഡലല്ല, 2003 മോഡലാണ്. 2003 മോഡൽ വണ്ടിയാണ്. അതെ. അത് പിന്നെ കായംകുളം വണ്ടി. അത് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ രജിസ്റ്റർ ചെയ്ത് പേപ്പേഴ്സ് എല്ലാം രജിസ്റ്റർ ചെയ്ത് അത് രജിസ്റ്റർ ചെയ്തെങ്കിലും പേപ്പേഴ്സ് എല്ലാം ഇപ്പം കേരള രജിസ്ട്രേഷൻ കായംകുളത്ത് RTO ഓഫീസിലാണ്. അത് 2023 വരെ ഉണ്ട്. അതെ. മാറ്റ് ഫിനിഷ് ചെയ്തേക്കാണ്. ഇത് സെൽഫ് വരുന്ന ടൈപ്പ് അല്ല കേട്ടോ. സെൽഫില്ല. ഇത് നമുക്കൊരു 45,000 രൂപയാണെങ്കിൽ കൊടുക്കാം. 45,000 രൂപയ്ക്ക് കൊടുക്കാം. അത് ചീപ്പ് റേറ്റ് ആണ്. അതൊരു ചീപ്പ് റേറ്റ്. റീസെയിൽ വാല്യൂ കുറവാണ്. അത് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കുന്ന അത്ര തന്നെ. നമുക്കിനി ഒരു ബുള്ളറ്റ് കൂടെ ഉണ്ട്. ഇത് പുള്ളിയുടെ സ്വന്തം ബുള്ളറ്റ് ആട്ടോ.
ഇതും പഴയ ഉള്ളത്. ഇത് ഏതാ മോഡൽ? ഏതായത്? ഇത് 2006 മോഡലാണ്. 2006 മോഡൽ. ആ, ഇത് ഏകദേശം ഒരു 22,000 കിലോമീറ്ററാണ് ഇത് ഓടിയിട്ടുള്ളത്. കിലോമീറ്റർ. സ്വന്തം ഉപയോഗത്തിന് എടുത്ത വണ്ടിയായിരുന്നല്ലേ? സ്വന്തം കിട്ടിയപ്പോൾ പിന്നെ വണ്ടിയുടെ ഒരു സുഖം കൊണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതും ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ വണ്ടി ഫുൾ കണ്ടീഷനാണ്. ഇഞ്ചിനൊക്കെ നല്ല പക്ക കണ്ടീഷനാണ്. ആ, പിന്നെ ഒന്നും അങ്ങനെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അത് എത്ര അങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നല്ലോണം സർവീസും ചെയ്താൽ അങ്ങനെ വെച്ചിരിക്കുന്നത് എല്ലാം ഫുൾ കണ്ടീഷനാണ്. ആ, നമുക്കിത് 1,45 ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. 1,45,000. നമുക്കൊരു പെയിന്റ് ഇലക്ട്രയുടെ മോഡൽ ഒരു പെയിന്റ് ചെയ്ത് വെച്ചേക്കുവാണെന്നേ ഉള്ളൂ. ഈ ടാങ്ക് ഇലക്ട്ര അല്ലാണ്, ഇത് സ്റ്റാൻഡേർഡ് 350 തന്നെയാണ്. മൊത്തത്തിൽ ഇത് സ്റ്റിക്കറിങ് കൊടുത്തേക്കുന്നതേ ഉള്ളൂ. അല്ലാതെ വണ്ടി സ്റ്റാൻഡേർഡ് വണ്ടി തന്നെയാണ്. സ്റ്റാൻഡേർഡ് വണ്ടി തന്നെയാണ്. പിന്നെ ഡിസ്ക് ബ്രേക്കും ഉണ്ട്. വണ്ടി ബുള്ളറ്റിൻ്റെ ഒരു സുഖം, ലാസ്റ്റ് ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഏറ്റവും അവസാനത്തെ ഒരു ഇത് പറയാനുള്ളത് ബുള്ളറ്റ് അടിപൊളി. അതെല്ലാവർക്കും പഴയ ബുള്ളറ്റിനോടാണ് താല്പര്യം. ഈ ഒരു ഗിയർ ബോക്സ് എല്ലാവരും ഈ ഒരു ക്രാങ്ക് വെയിറ്റും കാര്യങ്ങളും. അതെ അതെ, ആണ് ബുള്ളറ്റിന്റെ ഫീൽ. ഇപ്പം ഗൈസ് വണ്ടികളെ കണ്ടല്ലോ, നമുക്ക് 11ഓളം ബുള്ളറ്റ് ഉണ്ട്. ഇപ്പോൾ 11 ബുള്ളറ്റ് നമ്മൾ കണ്ടു. അതിലൊരു 8 പഴയത്, ബാക്കി നമ്മുടെ പുതിയ മോഡലുള്ള ബുള്ളറ്റാണ്. ഇപ്പോൾ കുറേ നാളായിട്ടുള്ള എല്ലാവരുടെയും ആവശ്യമായിരുന്നു ബുള്ളറ്റിൻ്റെ വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ നമുക്ക് ഒരു സിംഗിൾ കടയിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 3 കടകളിലായിട്ട് മാക്സിമം നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ബുള്ളറ്റിൻ്റെ പ്രൈസ് നോർമലി എന്ന് പറയുന്നത് ഒരു ഒരു മോഹവിലയാണെന്ന് തന്നെ പറയാം. പ്രൈസ് ഒരു മാർക്കറ്റ് പ്രൈസ് ഒന്നും ഒരു കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രൈസിൻ്റെ കാര്യം നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഡീലർമാരുമായിട്ട് വിളിച്ച് സംസാരിച്ച് പ്രൈസ് നിങ്ങൾക്ക് നെഗോസിയേഷൻ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം ഇവരുടെ എല്ലാ നമ്പരും നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ന്യൂ സെലക്ഷനിലാണ്. ന്യൂ സെലക്ഷനിൽ കാണിച്ച 2 വണ്ടികളുടെ ഡീറ്റെയിൽ അവരുടെ പേരും നമ്പരും കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ടേക്കാം. അപ്പോൾ ഓരോരോ കടകളുടെ കാണിച്ച വണ്ടികൾ അവിടുത്തെ പേര് കൊടുത്ത് ലിസ്റ്റ് ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ലിസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഏത് വണ്ടി ഏത് ഷോപ്പിലാണ് ഉള്ളത് എന്ന് അറിയാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. തൽക്കാലം നമുക്കിന്ന് ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ ഓക്കെ, ബൈ.